കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അടിവാരത്തെ കായ്ക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. അതിലിപ്പോൾ മകൻ ആഷിഖിനെ നാട്ടുകാർ പിടികൂടിയിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, എവിടെ നിന്നാണ് ആഷിഖിനെ പിടികൂടാനായത്? ഹരിത, ആഷിഖിന് താമരശ്ശേരി ഭാഗത്തു നിന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. ഈ 53 വയസ്സുള്ള സുബൈദ എന്ന ഉമ്മയെ ഈ ആഷിഖ് ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരു സംഭവം. ആ സംഭവത്തിന് ശേഷം ആഷിഖ് പിന്നീട് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉടൻ തന്നെ നാട്ടുകാർ ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ആഷിഖിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ്. നേരത്തെ ബാംഗ്ലൂരുവിലെ അഡിക്ഷൻ സെന്ററിൽ കഴിയുകയായിരുന്ന ആഷിഖ് ബ്രെയിൻ ട്യൂമർ ബാധിതയായി രോഗിയായ ഈ ഉമ്മയെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു. ആ സമയത്താണ് ഈ സുബൈദ കഴിഞ്ഞിരുന്നത് സഹോദരി ഷക്കീലയുടെ വീട്ടിലായിരുന്നു. ആ ഷക്കീലയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സുബൈദയെ ആഷിഖ് തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിൽ പോയാണ് കത്തി വാങ്ങിയത്. പറഞ്ഞത് തേങ്ങ വെട്ടാൻ കത്തി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് ആ കത്തി വാങ്ങിയത്. ആ കത്തി ഉപയോഗിച്ചാണ് ഈ ഉമ്മയെ വെട്ടിക്കൊന്നത്. പിന്നീട് ഈ കത്തിയിലെ ചോരപ്പാടുകൾ തൊട്ടടുത്ത ടാപ്പിൽ പോയി അത് ടാപ്പ് തുറന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. വളരെ ദയനീയമായൊരു സംഭവം. അതായത് ഈ ഉമ്മയെ കൊല്ലാനുള്ള കത്തി വാങ്ങിയത് അയൽവാസിയുടെ അടുത്ത് നിന്ന് തേങ്ങ വെട്ടാനുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിയ കത്തി അത് ഉമ്മയെ വെട്ടാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. സുബൈദയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. അതിനിടെ തന്നെ അതിവേഗം നാട്ടുകാരുടെ ഇടപെടലിലൂടെ പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാക്കി ആഷിഖിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ശരി, റിയാസാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.